back to my channel, and today I'm going to show you my skincare routine. അപ്പോൾ ഇതെനിക്ക് കുറേ റിക്വസ്റ്റ് വന്നതാണ് DM-ലും കമന്റ്സിലും ഒക്കെ കുറേ ഗേൾസ് ചോദിച്ചൊരു കാര്യമാണ്. I understand why girls are asking this because എല്ലാവർക്കും അറിയണം എങ്ങനെയാ ക്ലിയർ സ്കിൻ കിട്ടുക, എങ്ങനെയാ അത് ആക്നെ അതൊക്കെ കളയുക എന്നുള്ളത്. ബട്ട് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഐ ഡോണ്ട് ഹാവ് ക്ലിയർ സ്കിൻ മൈസെൽഫ്. എനിക്ക് ക്ലിയർ സ്കിൻ അല്ല ഉള്ളത്. എനിക്ക് ഒരുപാട് കുരു വരുന്ന ടൈപ്പ് സ്കിന്നാണ്. ഇപ്പം എൻ്റെ ടീനേജ് കഴിഞ്ഞിട്ട് കൂടെ ഞാൻ വിചാരിച്ചത് ടീനേജ് കഴിയുമ്പോൾ നമ്മുടെ കുരുവൊക്കെ പോവുമല്ലോ എന്നാണ്. പക്ഷെ എന്നാലും മന്ത്ലി എനിക്ക് പിമ്പിൾസ് വരാറുണ്ട്. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ഗേൾസ് ഹാവ് ദ സെയിം ഇഷ്യൂ. പിന്നെ കുറേ പേരുണ്ട് കുരു വരാത്ത ടൈപ്പ് സ്കിൻ, അത് അടിപൊളി. അപ്പോൾ കുരു ഉള്ള ആൾക്കാർക്ക് നമ്മളുടെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തോ പെട്ടെന്ന് കുരു വരുമ്പോൾ കോൺഫിഡൻസ് കുറയുന്ന പോലെ, അല്ലെങ്കിൽ അയ്യോ ആൾക്കാർ നോക്കിയിട്ട്. പിന്നെ മേജർ പ്രോബ്ലം ഇസ് വെൻ പീപ്പിൾ ആസ്ക് യു അയ്യോ മോളെ കുരു വന്നല്ലോ, അത് ചോദിക്കുമ്പോഴാണ് നമ്മളുടെ മെയിൻ പ്രോബ്ലം. കുറച്ചും കൂടി ഇൻസെക്യൂർ ആണ്. പിന്നെ അതിൻ്റെ കൂടെ പൊക്കത്ത് ടോപ്പ് ചെറി ഓൺ ദ കേക്ക് എന്ന് പറയുന്ന പോലെ ആരെങ്കിലും ഒരാൾ കുരു ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അപ്പം താഴേക്ക് ഇടിഞ്ഞു വീഴും. അപ്പോൾ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. നമ്മളുടെ ഒരു ഏജ് കഴിയുമ്പോൾ, ഇപ്പോൾ ടീനേജേഴ്സ് ആണ് ഇത് കാണുന്നതെങ്കിൽ, നമ്മളുടെ ഒരു ഏജ് കഴിയുമ്പോൾ കുറച്ച് വർഷം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഇറ്റ് ഡിപ്പെൻസ്, ബട്ട് സ്റ്റിൽ ഇറ്റ് വോണ്ട് ബി ബാഡ് ഓൾ ദ ടൈം. പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആക്നെയുള്ള ആൾക്കാരാണ്, ലൈക്ക് ഫുൾ പ്രശ്നമാണ് എന്നുള്ളതാണെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റേതായ രീതിയിൽ പോകേണ്ടി വരും. ലൈക്കിനോ കുറേ ഇപ്പോൾ സ്കിൻ കെയറിനായിട്ട് തന്നെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണം, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് മൈൽഡ് ടൈപ്പ് ഓഫ് ആക്നെയാണ്, ലൈക്ക് കുഴപ്പമില്ല, 1-2 വരും, അവിടെ ഇവിടെയും വരും, പക്ഷെ അത് പോവും, പിന്നെ അടുത്തത് വരും, അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അങ്ങനത്തെ ഒരു ടൈപ്പാണ് എൻ്റെത്. എനിക്കിപ്പം ഒരെണ്ണം പോയി എന്ന് ഞാൻ വിചാരിക്കുമ്പോഴായിരിക്കും വേറൊരെണ്ണം ഹായ് പറഞ്ഞു വരുന്നത്. സോ ഇപ്പം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിലും എനിക്ക് ആക്റ്റീവ് പിമ്പിൾസ് റൈറ്റ് നൗ ഇല്ല. അതായത് റെഡായിട്ടിരിക്കുന്ന പിമ്പിളോ അങ്ങനെ ഒന്നും ഇപ്പം ഇല്ല. അത് ക്വാറന്റൈൻ ആയതുകൊണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് ദാറ്റ്സ് നോ മച്ച് ട്രാവലിംഗ്, അപ്പം പൊടിയൊന്നും ഡസ്റ്റും അതൊന്നും നമ്മുടെ മുഖത്ത് വരുന്നില്ല. സോ അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ആക്റ്റീവ് പിമ്പിൾസ് ഒന്നും ഇല്ല. പക്ഷേ എൻ്റെ സ്കിന്നിൽ പണ്ടും ഇന്നും എനിക്ക് ലൈക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇങ്ങനെ കുഞ്ഞു പൊടി കുരുവില്ലേ, അതായത് നമ്മൾ ചെറിയ ബംസ്, അതായത് എന്തെങ്കിലും ഒരു അലർജി വന്ന പോലെയോ, അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോൾ എന്തോ ഒരു എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ എനിക്ക് റാഷസ് പോലെ വരും. അതായത് കുഞ്ഞു തരി പോലെ ഇങ്ങനെ വരും. ഇപ്പം നിങ്ങൾക്ക് അടുത്ത് വന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പം ഡയറക്റ്റ്ലി ഇപ്പോൾ നമ്മുടെ ക്യാമറയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. പക്ഷെ വെൻ യു സീ മീ ഇൻ റിയൽ സൺലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുഞ്ഞു ബംസ് ഉണ്ടെന്ന്. അതും എനിക്ക് മെയിനായിട്ട് വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റീസെൻ്റ്ലി ആണ് എനിക്കിപ്പം ഈ ബംപ് പ്രത്യേകിച്ച് വരുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്വാറന്റൈനിൽ ഇരുന്നപ്പം എനിക്ക് നന്നായിട്ട് പിമ്പിൾസൊക്കെ കുറഞ്ഞു, ക്ലിയർ ആയി തുടങ്ങിയതാണ്. പക്ഷേ യൂട്യൂബിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത്രയും നാൾ ഞാൻ വീട്ടിൽ ഇരുന്നപ്പം ഫേസിലൊന്നും ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ യൂട്യൂബിന് വേണ്ടിയായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ക്രീം ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ, അതായത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്ന സൺസ്ക്രീം, മോയ്സ്ചറൈസേഴ്സ്, അങ്ങനെ എൻ്റെ കയ്യിൽ ഫൗണ്ടേഷനും ഉണ്ട്. പക്ഷേ ഫൗണ്ടേഷൻ ഞാൻ ഒക്കേഷണലി ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി ഒക്കേഷൻ. ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് വന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അതിട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ മുഖത്തിങ്ങനെ തരി പോലെ ബംസ് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി സംതിങ് വെന്റ് റോങ് സംവെയർ. അങ്ങനെ ഞാൻ നമ്മളുടെ ഗൂഗിൾ ഗുരുവാണല്ലോ മെയിൻ. എപ്പോഴും കുരു വരുമ്പോൾ നമ്മൾ ആദ്യം പോയി നോക്കുന്നത് എന്തായിരിക്കും അതിൻ്റെ റീസൺ. ഗൂഗിളിനോടാണ് ചോദിക്കുന്നത്, എന്നോട് പോലും ഞാൻ ചോദിക്കാറില്ല. അങ്ങനെ ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞത് പ്രോബ്ലി ബിക്കോസ് ഓഫ് ദ പ്രോഡക്ട്സ് വി യൂസ്, എന്തെങ്കിലും എക്സ്പയർ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്ട്സ് നമ്മുടെ സ്കിന്നിനെ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കണം എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ പ്രോഡക്ട്സ് എടുത്ത് നോക്കിയപ്പം അയ്യോ എല്ലാം എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതുപോലെ നോക്കാനാണ് ഈ കുട്ടി ചെയ്തത്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 6 months ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എവറി പ്രോഡക്റ്റ് ഹാസ് ലൈക്ക് 1 year ഗ്യാരണ്ടി. ലൈക്ക് 1 year ആണ് അതിൻ്റെ യൂസിങ് പീരീഡ്. അപ്പം നമ്മൾ മിക്കവരും അതൊന്നും നോക്കാറില്ല. പ്രോഡക്റ്റിൻ്റെ എക്സ്പയറി എപ്പോഴാണെന്നൊന്നും നമ്മൾ നോക്കാറില്ല. ഇപ്പം ഞാൻ 6 മാസം വീട്ടിൽ ഇരുന്നപ്പം ഒരു പ്രോഡക്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് യൂഷ്വലി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് അല്ലേ, അതിൻ്റെ എക്സ്പയറി നമ്മൾ നോക്കിയില്ല. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്കിത് കുറച്ചും കൂടി പ്രശ്നമായിട്ട് തോന്നിയത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സൺസ്ക്രീൻ എക്സ്പയർഡ് ആയിരുന്നു, എൻ്റെ മോയ്സ്ചറൈസർ എക്സ്പയർഡ് ആയിരുന്നു, എൻ്റെ ഫൗണ്ടേഷൻ എക്സ്പയർഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഈ 3 സാധനം എക്സ്പയർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഞാൻ എൻ്റെ ഫേസിൽ 3-4 ദിവസമായിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ മൈ ഫേസ് സ്റ്റാർട്ടഡ് റിയാക്ടിങ്. ഇപ്പം
ഇത് തന്നെയാണോ റീസൺ എന്ന് എനിക്ക് കംപ്ലീറ്റ് ആയിട്ടും പറയാൻ പറ്റില്ല. ബിക്കോസ് ഞാനും എൻ്റെ ചേച്ചിയും സെയിം ഐറ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് മേക്കപ്പിന് വേണ്ടി വാങ്ങാത്ത ആൾക്കാരാണ്. കാരണം ചേച്ചി വർക്കിന് പോവാണ്, ഞാൻ കോളേജിൽ പോവാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ചേച്ചിയുടെ കല്യാണ ടൈമിൽ വാങ്ങിയ പ്രോഡക്ട്സാണ്. അപ്പോൾ 1 year ആയി അവരുടെ മാരേജ് കഴിഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് നോക്കിയത്. അപ്പോൾ ഞാൻ ഗൂഗിൾ ഗുരു പറഞ്ഞു 1 year പ്രോഡക്ട്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയേക്കാം. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ സംഭവം എല്ലാം എക്സ്പയർഡ് ആയത് എനിക്ക് മനസ്സിലായത്. ആൻഡ് ഷീ ഡിഡ്ന്റ് ഗെറ്റ് എനി റിയാക്ഷൻ. ചേച്ചിയുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ കുരു വരാത്ത ടൈപ്പ് സ്കിന്നാണ്, ഗോഡ് ബ്ലെസ്. അപ്പം ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു നോ യുവർ സ്കിൻ ടൈപ്പ്. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല എന്താ പറയുക ഒട്ടും കുരു വരാത്ത ടൈപ്പ് സ്കിന്നായിരിക്കും, ചിലപ്പോൾ നന്നായിട്ട് കുരു വരുന്ന ടൈപ്പ് സ്കിന്നായിരിക്കും. ലൈക്ക് എവ്രി വൺ സ്കിൻ ഡിഫേഴ്സ്. അപ്പം നമ്മൾ ഫസ്റ്റ്ലി അറിയേണ്ടത് നമ്മുടെ ടൈപ്പ് കോമ്പിനേഷൻ സ്കിന്നാണോ, ഡ്രൈ സ്കിന്നാണോ, അതോ നോർമൽ സ്കിന്നാണോ, ഓയിലി സ്കിന്നാണോ, ഇതാണ് അറിയേണ്ടത്. അപ്പം ഞാൻ എൻ്റെ എൻ്റെ ഒരു ഊഹത്തിൽ എനിക്ക് നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നാണ്. എൻ്റെ T സോൺ കുറച്ച് ഓയിലിയാണ്, പക്ഷെ ബാക്കി ഇവിടെയൊക്കെ ഡ്രൈ തന്നെയാണ്. അല്ലാണ്ട് ഇങ്ങനെ എപ്പോഴും ഓയിൽ ഉണ്ടാവില്ല. എൻ്റെ പക്ഷേ മൂക്കിൽ നല്ല ഓയിലി ആവുന്ന ടൈപ്പ് സ്കിന്നാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ. ഇപ്പോൾ എൻ്റെ പ്രോഡക്ട്സ് പറയാനാണെങ്കിൽ ഞാൻ രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് തന്നെ മുഖം ക്ലെൻസ് ചെയ്യുന്ന ഒരാളല്ല. ലൈക്ക് ഐ ഡോണ്ട് യൂസ് എ ഫേസ് വാഷ് ഏർലി മോർണിംഗ്. കാരണം രാവിലെ എണീക്കുമ്പോൾ എൻ്റെ ഫേസ് നോർമലി എനിക്ക് ഒട്ടും റെഡായിട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു പ്രശ്നം എനിക്ക് അങ്ങനെ തോന്നാറില്ല. ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഐ ടേക്ക് എ ഷവർ അറ്റ് നൈറ്റ്. ഞാൻ കിടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ കുളിക്കാറുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഫുൾ ക്ലീനാണ്. പിന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ എന്നാൽ ഓയിലൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഫേസ് എൻ്റെത് എനിക്കങ്ങനെ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുന്ന പോലെ അല്ല ഡള്ളായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണെങ്കിലും ഹിമാലയയുടെ പ്രോഡക്ട്സ് ആണ്. ഇനി അബൌട്ട് ഫേസ് പാക്സ് ആൻഡ് ഓൾ ദാറ്റ്, ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ അതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് മഞ്ഞൾ ഇസ് എ നോ ഫോർ മീ. കാരണം മഞ്ഞൾ ഇട്ടാൽ എനിക്ക് ഇതേപോലെ ഞാൻ പറഞ്ഞ സെയിം ബംസ് വരും. ഇപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യമല്ലേ മുഖം തൊടുന്നത്. ഐ എം സോറി, ഡോണ്ട് ടച്ച് യുവർ സ്കിൻ. അയ്യോ എവിടെ പറഞ്ഞു നിർത്തിയത്, മറന്നുപോയി. ടോമറിക് കുറേ പേർക്ക് അലർജി ഉണ്ട്, പക്ഷെ കുറേ പേർക്ക് അലർജി ഇല്ല. ടാൻ മാറാൻ ബെസ്റ്റ് സംഭവമാണ്. എൻ്റെ ചേച്ചിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അതാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഒറ്റ ദിവസം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് റിയാക്ഷൻ വരാണെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് അവേ. ഡോണ്ട് യൂസ് ഇറ്റ് അഗൈൻ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു സാധനവും ഡെയിലി ഉപയോഗിക്കുന്നത് നല്ലതല്ല. ലൈക്ക് പറയുന്നുണ്ട് ഡെയിലി ഉപയോഗിച്ചാൽ അതിൻ്റെ യൂസ് ഉള്ളൂ എന്നൊക്കെ, പക്ഷേ ഡോണ്ട് യൂസ് എവറിത്തിങ് ഡെയിലി. ഒരു ഗ്യാപ്പ് വിട്ട് യൂസ് ചെയ്ത് നോക്കുക. ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡോണ്ട് യൂസ് ദ നെക്സ്റ്റ് ഡേ, യൂസ് ദി അതർ ഡേ. ലൈക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അതായിരിക്കും കുറച്ച് നല്ലത്. കാരണം ഒരു ബ്രേക്ക് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ എനിക്ക് കുഴപ്പമില്ല ഓക്കെ ആണെന്ന് തോന്നിയേക്കുന്ന ഒരു വീട്ടിലുണ്ടാക്കുന്ന സാധനമാണ് കോഫി പൗഡർ ആൻഡ് മിൽക്ക്. കോഫി പൗഡറും മിൽക്കും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് തേച്ച് വെച്ചിട്ട് അത് കുറച്ചിട്ട് കഴിയുമ്പോൾ കഴുകളയും. എനിക്കപ്പോൾ ഇതുവരെയായിട്ടും എനിക്കങ്ങനെ അതിട്ടിട്ട് എനിക്ക് പിമ്പിൾ വന്നായിട്ട് തോന്നിയിട്ടില്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ ഫോർ മീ. എന്തായാലും ഞാൻ മാസ്ക് ഇടുന്നതൊക്കെ കാണിക്കാം നിങ്ങളെ. പിന്നെ പറയാനാണെങ്കിൽ ഞാൻ ഈ ഇടയായിട്ട് ഞാൻ നെറ്റിലൊക്കെ കുറച്ച് റിസർച്ചൊക്കെ നടത്തി, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സ്കിന്നിൽ ബംപ് വരുന്നത്, അങ്ങനെ കുറേയൊക്കെ റിസർച്ച് ചെയ്തപ്പം ഞാൻ കണ്ടത് നല്ലൊരു ടോണർ, രാവിലെ തന്നെ നല്ലൊരു ഫ്രഷിനാവുന്ന ഒരു ടോണർ രാവിലെയും രാത്രിയും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡേർട്ടും അതൊക്കെ എടുത്തു കളയും. ഈ ടോണർ എടുത്തു കളയും. അങ്ങനെ ഓയിൽ പ്രൊഡക്ഷൻ അല്ല, നമ്മുടെ സ്കിന്നിലുള്ള ഈ കുരു വരാനുള്ള സംഭവങ്ങൾ കുറയുമെന്ന് ഞാൻ കണ്ടായിരുന്നു. ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. അതുണ്ടാക്കുന്ന പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ബോട്ടിൽ, ഒരു സ്പ്രേ ബോട്ടിൽ ഇട്ട് വെച്ചേക്കാം കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ കളറ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നമ്മുടെ ജീരകമില്ലേ, ഫെനൽ സീഡ്സ്, വലിയ ജീരകം ആൻഡ് റോസ് വാട്ടർ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തിളച്ച വെള്ളത്തിൽ പെരുംജീരകം മുക്കിയിടുക. അങ്ങനെ പെരുംജീരകം മുക്കിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു 2 സ്പൂൺസ് നമുക്ക് എത്രയാണോ വേണ്ടത്, ഇപ്പോൾ ഞാൻ കുഞ്ഞു ബോട്ടിൽ എടുത്തേക്കുന്നത്, അപ്പോൾ എത്രയാണോ വേണ്ട അത്രയും എമൗണ്ട് ഓഫ് റോസ് വാട്ടറും കൂടി ഒഴിച്ചിട്ട് 1 സ്പൂണോ 2 സ്പൂണോ റോസ് വാട്ടർ ഒഴിച്ചിട്ട് അതൊരു 6 to 7 hours അവിടെ വെറുതെ വെക്കുക. ലീവ് ഇറ്റ് ദെയർ ആൻഡ് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ കണ്ടതിൽ അവർ ആപ്പിൾ സൈഡർ വിനെഗറും കൂടി ഇടുന്നുണ്ട്. ഞാൻ ഇട്ടില്ല, ബിക്കോസ് ആപ്പിൾ സൈഡർ വിനെഗർ ഇസ്
ഓൺ ദി അസിറ്റിക് സൈഡ്. ആസിഡ് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ സ്കിന്നിൽ എപ്പോഴും ആസിഡ് അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമില്ല. ഇപ്പം ലെമൺ ഇസ് ഗുഡ് എന്നൊക്കെ പറയില്ലേ, പക്ഷേ ലെമൺ ആണെങ്കിലും എപ്പോഴും നമ്മൾ ആസിഡ് മുഖത്തിട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പം സ്കിന്നിനൊരു ബാഡ് എഫക്റ്റ് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇടാത്തത്. ഇഫ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ് യു കെൻ ട്രൈ. അങ്ങനെ ഒരു 6 to 7 hours അതങ്ങനെ മൂടി വെക്കുക. ദെൻ യു ക്യാൻ ട്രാൻസ്ഫർ ടു എ സ്പ്രേ ബോട്ടിൽ ഓർ എനി ബോട്ടിൽ. എന്തെങ്കിലും നമ്മൾ കോട്ടൺ ബോളിൽ ഡിപ്പ് ചെയ്തിട്ട് ഫേസിൽ രാവിലെയും രാത്രിയും അപ്ലൈ ചെയ്യാനാണ് അവർ പറയുന്നത്. ഫേസിനൊരു നാച്ചുറൽ ഗ്ലോ കിട്ടാനും പിന്നെ നമ്മളുടെ ഡേർട്ട് എടുത്ത് കളയാനും യൂസ്ഫുൾ ആവും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദീസ് ടു ആർ വെരി നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. അപ്പം എനിക്ക് കുഴപ്പം തോന്നിയില്ല, കാരണം റോസ് വാട്ടർ ഇസ് ലൈക്ക് ഭയങ്കര ഫേമസ് ഒരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ റോസ് വാട്ടർ സ്കിന്നിന് നല്ലതായതുകൊണ്ട് തന്നെ ഐ ട്രസ്റ്റ് ദാറ്റ്. ആൻഡ് ബാഡായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളിൽ ഈ പ്രോഡക്റ്റ് കാണിക്കുന്നത്. പിന്നെ ഐ വോണ്ട് ബി ഷോയിങ് എനിത്തിങ് വിച്ച് ഇസ് ബാഡ് ഫോർ മീ. എനിക്ക് ബാഡായിട്ട് തോന്നിയ ഒരു സാധനവും ഞാൻ നിങ്ങളോട് കാണിക്കില്ല. ബിക്കോസ് എന്നെ ട്രസ്റ്റ് ചെയ്ത് കുറച്ച് പേരെങ്കിലും അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊരു ബാഡ് എഫക്റ്റ് അല്ലെ ബാഡ് ഇമ്പാക്റ്റ് വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ബിക്കോസ് ഐ മൈസെൽഫ് സഫേർഡ് ഫ്രം എ ലോട്ട് ഓഫ് ആക്നെ. അപ്പം എനിക്ക് തന്നെ അറിയാം അത് എന്തോരം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ആക്നെ എന്നുള്ളത്. സോ ഒരിക്കലും ഞാനത് പറയില്ല. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുകയാണെങ്കിൽ അബോട്ട് മെഷീൻ ഡോണ്ട് യൂസ് ഇറ്റ് അഗൈൻ. അതാണ് എനിക്ക് പറയാനുള്ളൂ. എന്ത് സാധനമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ല, നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അബോട്ട് ഇറ്റ്, ഡോണ്ട് യൂസ് ഇറ്റ് അഗൈൻ. അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് നല്ല സ്കിൻ ടൈപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇത് കുരു ഉള്ളവർക്കും കുരു ഇല്ലാത്തവർക്കും യൂസ് ചെയ്യാനുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പ്. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം ദീസ് 2 ഇൻഗ്രീഡിയൻസ് നല്ലൊരു നമ്മുടെ ഫേസ് ക്ലീൻ ആക്കാനും ഗ്ലോ തരാനും ഹെൽപ്ഫുൾ ആവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. സോ ഇറ്റ്സ് ഗുഡ്. സ്കിന്നിലുള്ള 2 പ്രോഡക്ട്സ് ഞാൻ പറഞ്ഞതല്ലോ ഫേസിലിടാൻ പറ്റിയ, അതായത് പെരുംജീരകത്തിൻ്റെയും പിന്നെ ഈ റോസ് വാട്ടറും കൂടിയുള്ളൊരു മിക്സും. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്കൊരു സേഫ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ കോഫി പൗഡർ ആൻഡ് മിൽക്ക് എന്നത് എപ്പോഴും മുഖത്തിടരുത്. ബിക്കോസ് കോഫി പൗഡർ കുറച്ച് അതിൻ്റെ തരിതരി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് എക്സ്ഫോലിയേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി ഒന്നും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് താങ്ങാൻ പറ്റില്ല. കാരണം ഡെയിലി എക്സ്ഫോലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ആ ഒരു ലെയർ പോവില്ലേ. അങ്ങനെ അതുള്ളതുകൊണ്ട് ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഫേസ് ഒന്ന് വിട്ടിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഫേസ് ഞാൻ അധികം ഒന്നും ചെയ്യാറില്ല, പേടി കൊണ്ടാണ്. ഫേസ് ഒന്ന് വിട്ടിട്ട് ഞാൻ നമ്മളുടെ സ്കിൻ എന്ന് പറയുമ്പോൾ ഫുൾ ബോഡി സ്കിൻ തന്നെയല്ലേ, അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഒരു സ്ക്രബ് ഉണ്ട്. ഞാനിത് ഒരു കുറച്ച് ഈ വർഷം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞത്. ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനൊന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതേ ഉള്ളൂ. നൗ ഐ ഡു ഇറ്റ് എവറി വൺസ് എ മന്ത്. അതും വൺസ് എ മന്ത് ഒക്കെ മതി. കാരണം അതും ഒരു എക്സ്ഫോലിയേറ്റർ ആണ്, ഒരു സ്ക്രബാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് ഇറ്റ്സ് സ്പെഷ്യൽ. പിന്നെ അതുമാത്രമല്ല ഇറ്റ് സ്മെൽസ് സോ ഗുഡ്, ഇറ്റ് വർക്ക്സ് ബെസ്റ്റ്. അപ്പോൾ അതിൻ്റെ മിക്സ്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 സ്പൂൺസ് നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ എത്രയാണോ വേണ്ടത്, ഇപ്പം ഫുൾ ബോഡി അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ വേണമല്ലോ, അപ്പോൾ 2 സ്പൂൺസ് ഞാൻ എടുക്കാം. 2 സ്പൂൺസ് ഷുഗർ, പിന്നെ ഒരു ലെമൺ കട്ട് ചെയ്തിട്ട് ലെമൺ ജ്യൂസ് ഫുള്ളിട്ടു. ടാനൊക്കെ മാറാൻ നല്ലതാണ്. പെട്ടെന്ന് ഒരു ബ്രൈറ്റനിങ് കിട്ടുന്ന അടിപൊളി സംഭവമാണ് അതും. പിന്നെ കോക്കനട്ട് ഓയിൽ, അത് നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല. വെരി ഗുഡ് മോയ്സ്ചറൈസർ. അതുമാത്രമല്ല നല്ല പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഈ 3 സംഭവം കൂടി ഗിവ് ഇറ്റ് എ മിക്സ് ആൻഡ് അപ്ലൈ ഇറ്റ്. കുളിക്കുന്നതിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ കുളിക്കുന്ന ടൈമിലോ നമുക്ക് ഇതെടുത്തുകൊണ്ട് പോയിക്കഴിഞ്ഞാൽ ബെസ്റ്റ്. ഫുൾ ബോഡി ഒന്ന് അതിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ ഉള്ളൊരു സുഖം. പിന്നെ നല്ല അടിപൊളി എക്സ്ഫോലിയേറ്റർ ആണ്. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിന്നിൽ ഡിഫറൻസ് അറിയാൻ പറ്റും. ഫുൾ ബോഡി തന്നെ നല്ല സ്മൂത്ത് ആവാൻ പറ്റിയൊരു സംഭവമാണ്. ഞാൻ എവറി വൺസ് എ മന്ത് ഞാനിത് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ക്രബ് വൺസ് എ മന്തിൻ്റെ ആവശ്യമുള്ളൂ. കാരണം അത്യാവശ്യം അത് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആവുന്നുണ്ട്. എപ്പോഴും ചെയ്ത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ലെയർ നമുക്ക് റിപ്പ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇഫ് യു ഹാവ് സം പാർട്ടി ഓർ സംതിങ് ലൈക്ക് എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ വരികയാണെങ്കിൽ തലേ ദിവസം ഇത് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഇറ്റ് വിൽ വർക്ക് വണ്ടേഴ്സ്. അത്രയും സ്മൂത്ത് ആവും സ്കിൻ. അപ്പോൾ അതെനിക്കൊരു ഞാൻ ഈ സ്കിൻ കെയർ റുട്ടീനിൽ എല്ലാവരും ഫേസ് മാത്രമേ ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്തായാലും നിങ്ങളോട് പറയണം. ലൈക്ക് ഇഫ് ഇറ്റ് വർക്ക്സ് ഫോർ മീ ആൻഡ് ഐ ടോൾഡ് മൈ ഫ്രണ്ട്സ്. അപ്പോൾ അവരും അത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ ട്രൈ ഇറ്റ് ടു. നിങ്ങൾക്ക് അത് നന്നായിട്ട് വർക്ക് ചെയ്യും. ആക്ച്വലി നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ ബോഡി എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല. മാർക്കറ്റിൽ അവൈലബിൾ ആയ ഒരുപാട് ഷുഗർ സ്ക്രബ് അതൊക്കെ ഉണ്ട്. എല്ലാം എക്സ്പെൻസീവ് ആണ്. അതൊക്കെ വാങ്ങി ടൈം കളയുന്നതിലും നല്ലത്, ടൈമല്ല അതൊക്കെ വാങ്ങി കാശ് കളയുന്നതിലും നല്ലത് ഈ ഒരു സ്ക്രബ് വീട്ടിലുണ്ടാക്കുക. 100%
നമുക്ക് തന്നെ നമ്മളുടെ കൈ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ഷുഗർ, ലെമൺ ആൻഡ് കോക്കനട്ട് ഓയിൽ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ടും പറയാനുള്ള കാര്യം. പിന്നെ അതർ ദാൻ ദ പ്രോഡക്ട്സ് നമ്മളെപ്പോഴും ഇത് നിങ്ങളെൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഇവനെ കണ്ടിട്ടുണ്ടാവും. മൈ വാട്ടർ ബോട്ടിൽ, ഡ്രിങ്ക് എ ലോഡ് ഓഫ് വാട്ടർ. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല പിമ്പിൾസ് വരുന്ന സ്കിൻ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പിമ്പിൾ കുറയാൻ കാരണം ഐ ബിലീവ് ഇറ്റ്സ് വാട്ടർ. എന്താണ് ഇപ്പോൾ അതിനൊരു കുറവ്, പിമ്പിൾ കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ ചിലപ്പോൾ വാട്ടർ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കുരു ഇല്ലാത്ത ആൾക്കാരും വെള്ളം കുടിക്കുക, യുവർ ഫേസ് ആൻഡ് യുവർ ബോഡി വിൽ ഷൈൻ. ശരിക്കും ഇങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടേയിരിക്കും. ഇറ്റ്സ് സോ ഗുഡ്. നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ക്വാറന്റൈനിൽ ഇരിക്കുമ്പോഴെങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കാത്തവരാണെങ്കിൽ കുടിക്കുക. ഞാനിവിടെ എൻ്റെ വീട്ടിൽ എല്ലാവരോടും പറയും ആരും വെള്ളം കുടിക്കില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വെള്ളം കുടിക്കും. ആരും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെങ്കിലും പറഞ്ഞാൽ കേൾക്കണം, വെള്ളം കുടിക്കുക, കുറേ വെള്ളം കുടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആക്ച്വലി എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ പറയാനുള്ളത്. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ഫാൻസി ഓർ ഐ ഡോണ്ട് ഡു എനിത്തിങ് ഫാൻസി. എനിക്കങ്ങനെ ഒന്നും എൻ്റെ സ്കിന്നിൽ വർക്കായിട്ട് തോന്നിയിട്ടില്ല. ഫാൻസി ആയിട്ട് എന്നൊക്കെ ഞാൻ 5-6 പ്രോഡക്ട്സൊക്കെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ചിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് പണിയായിട്ടേ ഉള്ളൂ. സോ ഐ വോണ്ട് റെക്കമെൻഡ് എനിത്തിങ് ഓഫ് ദാറ്റ് സോർട്ട് ടു യു ഗൈസ്. ഇത് ഞാൻ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾക്കും എഫക്റ്റീവ് ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഡോണ്ട് യൂസ് ഇറ്റ്. വേറെ പ്രോഡക്ട്സ്, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ പ്രോഡക്ട്സ് ഉണ്ടാവും, അത് യൂസ് ചെയ്ത് നോക്കുക. ഞാൻ പേഴ്സണലി കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാരണം ഐ നോ ഡിഫിക്കൽട്ടാണ് സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം കണ്ടുപിടിക്കുന്നത്, ഒരു പാടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ വിഷമിക്കണ്ട. പിന്നെ കുരുവുള്ള ആൾക്കാരാണെങ്കിലും പറയാനുള്ളത് വിഷമിക്കണ്ട, ഇതൊക്കെ മാറും. കുറച്ചാൾ കഴിയുമ്പോൾ നമ്മളുടെ കുരുവൊക്കെ താനെ മാറിക്കോളും. എനിക്കൊരു കാലത്ത് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. കാരണം കുരു വരുമ്പം എങ്ങനെ ആൾക്കാരെ ഇനി ഫേസ് ചെയ്യുക, ഈ ഒരു കുരു കാരണം എൻ്റെ മുഖം ഫുൾ പ്രോബ്ലം ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. കുരു എന്ന് പറയുന്നത് ഒരു നോർമൽ സംഭവം തന്നെ. നമ്മുടെ ഹോർമോണിൻ്റെ ഒരു പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ ഒക്കെ വരാം. കൂടുതൽ കോൺഷ്യസ് ആയാലും അപ്പോഴും എനിക്ക് കുരു വരും. സോ ഇറ്റ്സ് ബെറ്റർ വി ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് ഉദ്ദേശിച്ചത് കുരു ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ഒന്നും ഫേസിൽ ചെയ്യാണ്ട്, ഒന്നും ട്രൈ ചെയ്യാണ്ട് നിങ്ങൾ വിട്ട് കളയണം എന്നല്ല. ട്രൈ ടു കീപ്പ് ഇറ്റ് ക്ലീൻ. എപ്പോഴും ഒന്ന് നല്ല മൈൽഡ് ഫേസ് വാഷ് മാത്രം ഉപയോഗിക്കുക. പിന്നെ ഫേസ് വാഷ് ചെയ്യുക, കോൾഡ് വാട്ടർ യൂസ് ചെയ്യുക. തണുത്ത വെള്ളം, ചൂടുവെള്ളത്തിൽ കഴുകിയ ഉടനെ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകി നോക്കുക. അപ്പോൾ ഫേസ് ഒന്ന് ഫ്രഷ് ആയിട്ട് തോന്നും. യൂസ് ഐസ് ക്യൂബ്സ് വർക്ക് വെൽ. അങ്ങനെ കുറച്ച് കുട്ടി ടിപ്സ്, നമ്മുടെ വീട്ടിലുള്ള ടിപ്സ് തന്നെ ചെയ്ത് നോക്കുക. പുറത്തുനിന്ന് പ്രോഡക്ട്സ്, ഇങ്ങനെ കുറേ പ്രോഡക്ട്സ് ഒക്കെ കാണുമ്പോൾ അത് വർക്കാവും ഇത് വർക്കാവും എന്ന് പറഞ്ഞിട്ട് വാങ്ങാണ്ടിരിക്കുക. ആൻഡ് ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. അറ്റ്ലീസ്റ്റ് എൻ്റെ എന്തെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് യു ഓൾ വെൽ ആൻഡ് ബൈ. ഞാൻ വേറെ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതാണ്. അപ്പം ഇതുവരെയും നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ഡു ഇറ്റ്. ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. കമൻറ്റിൽ എന്നോട് പറയുക നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന്. ആൻഡ് ഐ വുഡ് ലവ് ടു റീഡ് ഓൾ ദാറ്റ്. ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്. സോ അത്രേ ഉള്ളൂ. ബൈ.